റിവിഷൻ ടൈമിൽ നമുക്ക് ക്യാപ്സ്യൂൾ ഉണ്ടായിരുന്നു. ഇത്രയും ക്ലാസ്സസും പ്രാക്ടീസും പിന്നെ ഇത്രയും ഹൈലി പാക്ഡ് ആയിട്ടുള്ള ഒരു എക്സാം ഷെഡ്യൂൾ ഉള്ളതുകൊണ്ട് തന്നെ. ഹായ് ഓൾ, എൻ്റെ പേര് മുഹമ്മദ് റിയാസ്. ഞാൻ കഴിഞ്ഞ വർഷം ഡോപ്പ ബോയ്സ് റെസിഡൻഷ്യലിലെ ഒരു റിപ്പീറ്ററായിരുന്നു. സോ ഞാനിന്ന് വന്നിട്ടുള്ളത് ഞങ്ങളെ കഴിഞ്ഞ വർഷത്തെ റിപ്പീറ്റേഴ്സ് ബാച്ചിനെ പറ്റി കുറച്ച് സംസാരിക്കാനാണ്. ഫസ്റ്റ് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ജോയിൻ ചെയ്തത് ഡോപ്പ റെസിഡൻഷ്യലിൽ. അതുമുതൽ എന്താ പറയുക, ഈ 2022 നീറ്റിന് വേണ്ടി പ്രിപ്പറേഷനിൽ ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നത് വീഡിയോ ക്ലാസ്സും അത് കഴിഞ്ഞിട്ട് ലൈവ് ക്ലാസ്സസ്, അതുപോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ക്ലാസ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈം ടേബിൾസും അതേപോലെ ഇൻസ്ട്രക്ഷൻസും എല്ലാം ഇവിടെ പ്രൊവൈഡഡ് ആയിരുന്നു. പിന്നെ ടുവേർഡ്സ് ദ ലാസ്റ്റ് റിവിഷൻ ടൈമിൽ നമുക്ക് ക്യാപ്സ്യൂൾ ഉണ്ടായിരുന്നു. അതായത് +2 പഠിക്കുന്നവർക്ക് ക്രാഷ് കോഴ്സായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന അതേ ക്യാപ്സ്യൂൾ റിപ്പീറ്റേഴ്സിന് റിവിഷൻ എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം മാരത്തോൺ എക്സാംസ് ആയിരുന്നു. മാരത്തോൺ എക്സാംസ് ആകുമ്പോൾ ആദ്യം സബ്ജക്റ്റ് വൈസ് കംപ്ലീറ്റ് എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് എല്ലാ സബ്ജക്റ്റും കൂടിയിട്ടുള്ള എക്സാംസ് ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് ഓൾമോസ്റ്റ് ഒരു 20 days ഒക്കെ ഫുൾ മോക്ക് എക്സാംസ് ആയിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇപ്രാവശ്യം നീറ്റ് എക്സാം എഴുതാൻ പോയത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്രയും ക്ലാസ്സസും പ്രാക്ടീസും പിന്നെ ഇത്രയും ഹൈലി പാക്ഡ് ആയിട്ടുള്ള ഒരു എക്സാം ഷെഡ്യൂൾ ഉള്ളതുകൊണ്ട് തന്നെ നീറ്റ് എക്സാം വലിയ കുഴപ്പമൊന്നുമില്ലാതെ എഴുതാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് എന്താ പറയുക, വളരെ നല്ലൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് ഷെഡ്യൂളാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ നീറ്റ് എക്സാം സിമ്പിൾ തന്നെ ആയിരുന്നു, നന്നായിട്ട് എഴുതാനും പറ്റി. For that, I am thanking DOPA and my faculties and doctors and teachers here. So, thank you.